ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുകയാണ്. മോദി സാർ, താങ്കളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് നന്ദി രജിത് സാർ. ഒരുപാട് നാളിന് ശേഷം എനിക്കിവിടെ വരാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മോദി സാർ, ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശാന്തമായിട്ടിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ എനർജി ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ജൂൺ 4-ാം തീയതി നിങ്ങൾക്ക് ഈ എനർജിയൊക്കെ ആവശ്യപ്പെടും. മോദി സാർ, ഇലക്ഷൻ വരുന്ന സമയത്തല്ല, താങ്കൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ഒരു ഉത്സാഹം ജനങ്ങളിൽ കാണുന്നു. ഉത്സവം പോലുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിലും താങ്കളുടെ പ്രസംഗം ജനങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. ഈ പ്രാവശ്യം താങ്കൾ 400 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പലതും എഴുതുന്നുണ്ട്. ഹോലെ ഹോലെ ഹോ ജായേഗാ പ്യാർ അബ്കി ബാർ 400 പാർ. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ദിൽ കാ ഭവർ കരേ പുകാർ അബ്കി ബാർ 400 പാർ. മറ്റൊന്ന് ചട്നി കെ ബിനാ ढोकला बेकार അബ്കി ബാർ മുഖ്യ സെ മോദി സർക്കാർ. ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഉദാഹരണങ്ങളും ഉണ്ട്. അതില് साइकिल से जाएं, हाथ से कमल का बटन दबाएं. അതിനുശേഷം बेईमानों के लिए मोदी जहर है, गद्दारों के लिए मोदी कहर है और देश में मोदी की लहर है. മറ്റു ചിലർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ नतीजों के बाद राहुल होंगे फरार अबकी बार 400 पार. ഇങ്ങനൊരു തീവ്രമായ ഉത്സാഹം ഓരോ ഇലക്ഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യം പറയണമെങ്കിൽ നിങ്ങളുടെ ഈ പ്രോഗ്രാമിലോട്ട് വരാൻ എനിക്കൊരു നല്ല ചാൻസാണ് കിട്ടിയത്. നിങ്ങൾ റിസർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും ട്രാവലും പരിപാടികളുമായി ബിസി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധ തിരിക്കാറില്ല. സാർ, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഈ കല്യാണക്കുറി അടിക്കുന്നത് പോലെ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലെഴുതിയിരിക്കുന്നത് ജൂൺ 1-ാം തീയതി മെഹന്തി, ജൂൺ 2-ാം തീയതി കേജ്രിവാളിന്റെ യാത്രയപ്പ്, ജൂൺ 4-ാം തീയതി ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം ഹൽദി, ലഞ്ചില് കരച്ചിലും പുലമ്പലും തുടങ്ങും. 3 മണിക്ക് EVM പല്ലക്കിൽ തിരിച്ച് യാത്ര, 5 മണിക്ക് പ്രതിപക്ഷത്തിന്റെ യാത്രയയപ്പ്, 6 മണിക്ക് വീണ്ടും കരച്ചിൽ, 7 മണിക്ക് പപ്പു ഇറ്റലിയിലേക്ക് പുറപ്പെടും. നിങ്ങളുടെ അടുത്ത് ആ കല്യാണക്കുറി ഉണ്ടെങ്കിൽ ജനങ്ങൾക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. എത്രത്തോളം നോക്കൂ സാർ, ഇതാണ് അതിന്റെ ഇൻവിറ്റേഷൻ കാർഡ്. എല്ലാവർക്കും കാണാം. പറ്റുമെങ്കിൽ ഞാനിത് സ്ക്രീനിലും കാണിക്കാം. ഇത് കല്യാണത്തിന്റെ അല്ല, യാത്രയയപ്പിന്റെ കുറി പോലെ തോന്നുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയും. ഈ നാടിൻ്റെ യുവാക്കള് അവരുടെയൊക്കെ ചിന്തയും ആലോചനയും ഉണ്ടല്ലോ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് അവരുടെ ഒച്ചപ്പാടുകളും കളിയാക്കലൊക്കെയുള്ള ഓരോ വർത്തമാനങ്ങളും ഇങ്ങനെ, അതുപോലെ തന്നെ വെറും ചുരുക്കം വാക്കുകളിൽ അവരുടെ വിശ്വാസം എന്താണെന്ന് അവർ കാണിക്കുന്നുണ്ട്. ഈ 400 ക്രോസ് ചെയ്യുന്നുള്ളൊരു ഒച്ചപ്പാടിന്
രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്. ആദ്യം പറയണമെങ്കിൽ ഇത് ഈ BJP ഉണ്ടാക്കിയ ഒച്ചപ്പാടൊന്നുമല്ല. ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു ശബ്ദമാണ്. മോഡിയെ സംബന്ധിച്ച് 2019 മുതൽ 2024 വരെ ഏകദേശം 360 സ്ഥലങ്ങളിലാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ എപ്പോഴും ഞങ്ങളോടൊപ്പം ഒരു 2-3 പാർട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ NDAയുടെ അലയൻസ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 400-നടുത്ത് തന്നെ ഉണ്ടായിരുന്നു. 2019 മുതൽ 2024 പാർലമെൻറ്റിൽ ഞങ്ങളുടെ ബലം 480 ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ വീട്ടിലെ ഒരു പയ്യൻ 90ഓളം മാർക്ക് മേടിച്ചിരുന്നാൽ അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതായത് അവൻ്റെ ചുറ്റിയുള്ള കോമ്പറ്റേറ്റേഴ്സ് ആരായിരുന്നു വെച്ചാൽ അടുത്തുള്ളവരൊരു 30-40 മാർക്ക് എടുത്തു എന്ന് വെച്ചോളൂ. ഇപ്പം നിങ്ങൾ അവരുടെ അടുത്ത് മറ്റുള്ളവർ 40 മേടിച്ചോളൂ, അപ്പം നീ എന്തിനാ 90 മേടിച്ചാൽ നീ ഇവർ 50 എടുത്താൽ മതിയെന്ന് ആരും ഒരിക്കലും പറയത്തില്ല. അതിന് പകരം പറയുന്നത് എന്തായാലും 90 മേടിച്ചാലേ ഇനി 95ലോട്ട് നോക്ക്. അതുപോലെ തന്നെ 400 നമ്മൾ എത്തിയതിനു ശേഷം നമ്മുടെ പാർട്ടിക്കാരുടെ അടുത്ത് നമ്മൾ ഇനിയും ഉയരത്തിലോട്ട് പോകണമെന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കടമ. മറ്റൊരു കാര്യം, നല്ല ക്രിയേറ്റീവായിട്ടൊരു യുവാവ് എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. 370 എന്ന് പറയുന്ന ഈ നമ്പർ ഒന്ന് ജനങ്ങളുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ നാടിനെ ഒരുമിപ്പിക്കാൻ വേണ്ടി എടുത്ത ഓരോ ശ്രമങ്ങളിലും 370 ഭാഗം വെച്ച് നോക്കിയ ഓരോ ശ്രമങ്ങളും ഇന്ത്യയുടെ വളർച്ച, അതിനുവേണ്ടിയുള്ള ചുവടുകളിൽ ഏറ്റവും പ്രധാനമാണിതൊക്കെ. അതുകൊണ്ടാണ് ഒരാൾ BJPയുടെ അടുത്ത ലക്ഷ്യം 370 ആയിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 370 എന്ന് പറയുന്ന നമ്പർ അതെനിക്ക് എൻ്റെ ഒരു കാശ്മീരിലുള്ള ഫ്രണ്ടാണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ അതുകൊണ്ടാണ് 370 എന്നുള്ളൊരു നമ്പർ ഞാൻ പറയാനുള്ള കാരണവും. BJP 370 സ്ഥലങ്ങളിലും വിജയിക്കുമെന്ന് പറയുന്നവരും ഉണ്ട്. അങ്ങനെ നടന്നാലാണ് ഈ 370 എന്നുള്ള നമ്പർ ജനങ്ങളുടെ മനസ്സിൽ പതിവെന്ന് അവർ പറഞ്ഞത്. മോദി സാർ, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. 5 വർഷത്തിന് മുൻപ് ഇതുപോലെ താങ്കൾ ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്നു താങ്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി. അതിന് ചില ദിവസങ്ങൾക്ക് മുൻപാണ് ഡൊണാൾഡ് ട്രംപ് വന്നത്. അദ്ദേഹം അഹമ്മദാബാദിലുള്ള ഒരു വലിയ സ്റ്റേഡിയത്തിലേക്ക് പോയി. അവിടെയും അടുത്തത് ട്രംപിന്റെ ഭരണമാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ അദ്ദേഹം തോറ്റുപോയി. അതിനുശേഷം ജോ ബൈഡൻ വന്നു. പിന്നെ താങ്കളെ എതിർക്കുന്നവരെല്ലാം ഇനി അമേരിക്കയ്ക്കും മോദിക്കുമുള്ള സൗഹൃദം ഇല്ലാതാകും എന്ന് പറഞ്ഞു. മോദിക്ക് ട്രംപിനോടാണ്, ജോ ബൈഡനോട് സൗഹൃദം ഇല്ലെന്ന്. പക്ഷേ ഭരണം തീരുന്ന സമയത്ത് ജോ ബൈഡൻ താങ്കളെ ക്ഷണിച്ചു. വൈറ്റ് ഹൗസിൽ താങ്കൾക്ക് കിട്ടിയ സ്വീകരണം ഇതിനു മുൻപ് ഞങ്ങൾ കണ്ടിട്ടേയില്ല. I'm honored to be the first to have you here in 15 years. Yes. Prime Minister Modi, welcome back to the White House. I cannot imagine His Excellency Modi getting intimidated or being forced to take any steps or actions that would go against the national interests of India and the people of India. And there is pressure against him, I am aware of that. He really wants to do the right thing for India. He wants to be open, he wants to be supportive of new companies, and obviously, but at the same time, make sure it accrues to India's advantage. I am a fan of Modi, so... I said to my friend, the Prime Minister, before the last time I saw someone on the stage here was Bruce Springsteen, and he didn't get the welcome that Prime Minister Modi has got. Prime Minister Modi is the boss. മോദി സാർ, ഇതിനു മുൻപ് ഞങ്ങൾ പല പ്രധാനമന്ത്രിമാരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി വന്നിട്ടുമുണ്ട്. പക്ഷേ ലോകത്ത് ശക്തിയുള്ള നേതാക്കന്മാർ, അതായത് ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലെ ആരെയും പുകഴ്ത്തേണ്ട ആവശ്യമില്ലാത്ത നേതാക്കന്മാർ,
അവരെല്ലാം താങ്കളെക്കുറിച്ച് ഇത്രത്തോളം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആണ് സംസാരിക്കുന്നത്. അതുപോലെ പുടിൻ പറയുന്നു മോദി ആരുടെ മുന്നിലും തല കുനിയാറില്ലെന്ന്. നമ്മുടെ നാടിൻ്റെ ഈ ദുരദൃഷ്ടം എന്താന്ന് വെച്ചാൽ, ഇതിനു മുന്നേ പ്രധാനമന്ത്രികളൊക്കെ ഈ ഫോറിനിൽ പോയാലും അത്ര വലിയ ചർച്ചയായിട്ട് അതൊന്നും മാറിയിട്ടില്ലായിരുന്നു. അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ പോലും വന്നെന്ന് ജനങ്ങൾ അറിയത്തില്ല, അതറിഞ്ഞിട്ടില്ല. രണ്ടാമതൊരു കാര്യമുണ്ട്, ഇതിൽ മോഡി എന്ന് പറയപ്പെടുന്നത് ഞാൻ മാത്രമല്ല, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ വെറും ഒരു ചിന്തയിൽ ഇരിക്കാൻ പാടില്ല. മോഡി വെറും ഒരു ടൂളായിരിക്കാം. ഞാൻ വളരെ സാധുവായിട്ട് സംസാരിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കാം. പക്ഷേ ഇതിനുള്ള ഒരു റെസ്പെക്റ്റും ആ മര്യാദയും 140 കോടി ജനങ്ങളുടെ അഹങ്കാരമായിരിക്കണം ഇത്. ഇന്ത്യയുടെ ബലത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. 2013 തെരഞ്ഞെടുപ്പിനായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്നെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പ്രധാനമന്ത്രിക്ക് പോസ്റ്റിങ്ങിന് വേണ്ടി നിർത്തി. പിന്നീട് ജനങ്ങൾ എന്നെ ആ ഒരു നോട്ടത്തിലായിരുന്നു കണ്ടു തുടങ്ങിയത്. പിന്നെ എന്നെക്കുറിച്ചുള്ള റിസർച്ചും തുടങ്ങി. അന്ന് മീഡിയയിൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുഴുവനും സ്പ്രെഡായിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റിൽ നിന്നും വരുന്നു, അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് തന്നെ ഒന്നും അറിയത്തില്ല. പിന്നീട് എങ്ങനെ അദ്ദേഹം ലോകത്തോട് പോയി സംസാരിക്കുന്നതെന്ന് പറഞ്ഞവർ, ലോക അളവിന് എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ പോയി സംസാരിക്കുന്ന ആൾക്കാർ ചോദിച്ചു. പിന്നീട് TV ചാനൽസ് മൂലം ഓരോ സംസാരങ്ങളും വർത്തമാനങ്ങളും തുടങ്ങി എന്നെക്കുറിച്ച്. അപ്പോഴും തന്നെ പിന്നെ ഒറ്റ ചോദ്യം അവർ ചോദിക്കത്തുള്ളൂ, നിങ്ങൾക്ക് ഫോറിനിലുള്ള അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കായിട്ടുള്ളത്. പക്ഷേ എല്ലാവരും മുഴുവനുള്ള കാര്യങ്ങളും ഓരോ വിവാദമാക്കി അതൊരു ഗ്ലോബൽ ചർച്ചയാക്കി. അവിടെ ആയിരിക്കും മോഡി കുടുങ്ങാൻ പോകുന്നതെന്നും വെച്ച്. ഇവിടെ എന്താ വേണമെങ്കിൽ പറയാം, പക്ഷേ അവിടെ ബുദ്ധിമുട്ടൊന്നും കരുതി. അപ്പോൾ വിദേശത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നത് ഈ നാടിന് വേണ്ടിയാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മോദിയെ സംബന്ധിച്ച് നമ്മുടെ ഈ നാട് തല കുനിഞ്ഞ് എവിടെയും പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. തല നിവർത്തി വെച്ച് ആരെയും ഭീഷണിപ്പെടുത്തിയോ സംസാരിക്കില്ല. പക്ഷേ നേർക്ക് നേർ നിന്ന് കണ്ണ് കണ്ട് സംസാരിക്കണമെന്നും പറഞ്ഞു. എനിക്കെപ്പോഴും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും ഈ താഴ്ന്ന മനസ്സൊന്നുമില്ല. ഞാനൊരു കാലത്ത് ചായ വിറ്റുകൊണ്ടിരുന്നു. ഇവരൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ. ഈ ചായ വിൽക്കുന്ന മുമ്പ് എന്ത് ചെയ്യാൻ പോവാ, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം, ലോകത്തിൻ്റെ ഏറ്റവും വലിയ വലിയ ലീഡേഴ്സിനെയൊക്കെ പോയി കാണുമ്പോൾ ശാരീരികമായി അവരെത്ര വലിപ്പമുണ്ടെങ്കിലും ശരി, കാണുമ്പോഴും വളരെ രസമുള്ള രീതിക്കുള്ളൊരു മനുഷ്യരും അവരായിരിക്കാം. പക്ഷേ ഞാൻ പോയി അവരെ കാണുന്ന സമയത്ത് ഞാൻ വെറും ഒരു മോഡിയല്ല. അവരെപ്പോൾ എൻ്റെ കൂടെ കൈ തരുന്ന സമയത്ത് 140 ഇന്ത്യയുടെ ജനങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കും. എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. 140 കോടി ജനങ്ങളുടെ ആ ശക്തിയായിട്ട് ഞാൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ലോകം എനിക്ക് വളരെ ചെറുത് തന്നെയാണ്. എൻ്റെ നാടിന് ഒരു കുറവുമില്ല, കഴിവിലും ബലത്തിലും യാതൊരുവിധമായ കുറവുമില്ല. ഇങ്ങനൊരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അതിൻ്റെ പവർ എന്താണെന്ന് പൊതുവെ പുറത്തുള്ളവർക്കറിയാം. ഇദ്ദേഹം വേറൊരു രീതിക്കാണല്ലോ ഉള്ളത്. ഇതിനു മുമ്പ് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഇത്രയും വിശ്വാസത്തോടെ ആരും നിന്നിട്ടില്ല. ഇദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണല്ലോ. ഇങ്ങനെ വിചാരിച്ച അവരുടെ ഓരോ ചിന്താഗതിയും മാറും. ഞങ്ങൾക്കും അത്ഭുതമായിരുന്നു, ജോ ബൈഡനെ പോലെ ഒരു ശക്തിയുള്ള നാടിന്റെ നേതാവ് G7 ഉച്ചകോടിയിൽ മോദി എവിടെ നിന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് സത്യമാണ്. ഞാൻ തനിച്ചൊരുപാട് നേതാക്കന്മാരുടെ അടുത്ത് അങ്ങനെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക്. അധികാരങ്ങളുള്ള ഈ സംസാരങ്ങൾ മാത്രമല്ലാണ്ട് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കേണ്ട ഒരുപാട് ചാൻസ് ഉണ്ടാവും. ഫോണിൽ പോലും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതാണ്. അതായത് ഞാൻ ഈ ചുറ്റി വളഞ്ഞൊന്നും സംസാരിക്കുന്ന ആളേ അല്ല. മറ്റേ
മേഘം വരുമ്പോൾ മഴ വരുമെന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളെ അല്ല ഞാൻ. മഴ വരുമെങ്കിൽ വരുമെന്നും പറഞ്ഞേക്കും, വരില്ലെങ്കിൽ വരത്തില്ലെന്നും ഞാൻ പറഞ്ഞേക്കും. അതായത് ഞാൻ എല്ലാം തെളിച്ചേ പറയത്തുള്ളൂ എപ്പോഴും. അതുകൊണ്ടാണ് ഈ ലോകം ഒരുപാട് അതിനോട് ഇഷ്ടപ്പെടുന്നത്. ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് അറിയാം നന്നായിട്ട്. ഇപ്പം ഞാൻ റഷ്യയിൽ നിന്നും പെട്രോളിയം സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ലോകം മുഴുവനും ഈ ഫ്യൂവലിൻ്റെയൊക്കെ പൈസകൾ, അതിൻ്റെ വിലകൾ ഉയർന്നാലും ജനങ്ങളുടെ മേത്തോട്ട് ആ വില വീഴാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു നോക്കം. എവിടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു അതേ ഞാൻ മേടിക്കുള്ളൂ. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനാ. ഒരാളും എന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഞാനൊന്നും ചെയ്തില്ല. അമേരിക്ക നിങ്ങളോട് ദേഷ്യപ്പെടുന്നു ഒരുപാട് പേര് എന്നോട് പറഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞതാണ്, എനിക്ക് സന്തോഷപ്പെടുത്തേണ്ടത് വെറും 140 കോടി ഇന്ത്യ ജനങ്ങളെ, അല്ലാണ്ട് വേറെ ആരെയുമല്ല. അതുകൊണ്ടാണ് അത് ഇന്നുവരെ നമ്മൾ തുടർന്നിരിക്കുന്നത്. നാടിനെ എക്കണോമിക്കൽ രീതിക്ക് നോക്കാൻ പറ്റിയതാ. പക്ഷേ അതേ സമയത്ത് രാഷ്ട്രപതി പുട്ടിൻ്റെ അടുത്ത് ചെയറിൽ ചെന്നിരുന്ന് എനിക്ക് ടി വിയിൽ സംസാരിക്കാൻ കഴിയും. ഇത് പോരിനായിട്ടുള്ള കാലമല്ലെന്ന്. അതുകൊണ്ടാണ് ഈ ലോകത്തിന് എന്നെക്കുറിച്ച് യാതൊരു വിധമായ കുഴപ്പവും ഇല്ലാത്ത. മോദി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമല്ല, ഇന്ത്യയുടെ എല്ലാവരുടെയും അവസ്ഥ. പക്ഷേ മോദി സാർ, ഇതിനു മുൻപും നമ്മുടെ നേതാക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, വലിയ വലിയ നേതാക്കന്മാർ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സംസാരം ഉണ്ടായിരുന്നു, അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യ ദേഷ്യപ്പെടും, റഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ അമേരിക്ക ദേഷ്യപ്പെടും. ഈ ഒരു സിറ്റുവേഷൻ താങ്കൾ മാറ്റിയിരിക്കുകയാണ്. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ആ കാലത്തത് അന്നത്തെ ഓരോ ചിന്താഗതിയും വെച്ച് നോക്കുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് എല്ലാവരുടെ അടുത്തും ഒരുപോലത്തെ ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇച്ചിരി ദൂരത്തിൽ നിൽക്കുന്നതാ ഒരു നോക്കമായിട്ടും വരുന്നത്. ഞാൻ വന്നതിന് ശേഷം അതൊക്കെ മാറ്റിയതാ. ലോക നാടുകളുടെ അടുത്തൊക്കെ എത്ര ക്ലോസ് ആയിട്ടിരിക്കാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്തു. ആ ഡിസ്റ്റൻസ് എന്നുള്ള ഒരു കാര്യം ഞാൻ എടുത്തു. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ക്ലോസ് ആവുന്നത് കാണുമ്പോൾ തന്നെ ബി അദ്ദേഹത്തിനടുത്തോട്ട് പതിയെ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നേക്കും. അതുപോലെ തന്നെ ആ സിയും, അതായത് അദ്ദേഹം മോഡിയുടെ അടുത്തോട്ട് പോയി നമ്മൾ പിന്നീട് നിൽക്കാൻ പാടില്ല, നമ്മൾ പെട്ടെന്ന് കയറണമെന്നും പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇന്ത്യയുടെ ഒപ്പം ക്ലോസ് ആവണമെന്നൊരു ചിന്ത വരും. ഇന്ത്യയുടെ അടുത്ത് വരണമെന്നുള്ളൊരു കോമ്പറ്റീഷൻ തന്നെ ഇന്ന് വന്നിട്ടുണ്ട്. പണ്ട് ആളുകൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവണം, എന്നാലേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അതായിരുന്നു ശരിക്കും തെറ്റ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വേറെ രീതിക്കാവുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാം. ഞാൻ ഇസ്രയേലിലോട്ട് പോകാനിരുന്നതാ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ലോകാനുഭവമുള്ള ഒരുപാട് ആളുകൾ ഓരോന്നും ഉണ്ടായിരുന്നല്ലോ. എൻ്റെ അടുത്ത് ഓരോ ആലോചനകൾ പറഞ്ഞു. സാറേ, ഇസ്രയേലിലോട്ട് പോയാൽ പാകിസ്ഥാനിലോട്ടും പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ നാടിലെ സെക്യൂറിലിസത്തിന് അർത്ഥവും ഇത് തന്നെയാണ്. ഹനുമാന്റെ അമ്പലത്തിൽ പോയാൽ വൈകുന്നേരം ഹിഫ്താറിനുള്ള വിരുന്നിനും പോകണം. അങ്ങനെയുള്ളൊരു ചിന്താഗതി ആയിരുന്നു എല്ലാവർക്കും. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇസ്രയേലിന് ഞാൻ തനിച്ചേ ഞാൻ പോകത്തുള്ളൂ. എന്നിട്ട് ഞാൻ അങ്ങനെയാണ് പോയതും. അതിനെ പാകിസ്ഥാനോടൊപ്പം ചേർക്കാനും പാടില്ല. ഞാൻ പാലസ്തീനും പോവും, പിന്നീട് ഞാൻ റിട്ടേണും വന്നേക്കും. രണ്ടും കൂടെ ഒരുമിപ്പിച്ച് നോക്കുമ്പോൾ ഈ സെക്യുലറിസം രക്ഷിക്കാനായിട്ട് നമ്മുടെ നാടിന് ഞാൻ ബലി കൊടുക്കത്തില്ല. അത് ഞാനുള്ളവരെ നടക്കത്തില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇസ്രയേലിലോട്ട് പോയ ആദ്യ ഇന്ത്യ പ്രധാനമന്ത്രി ഞാനാ. പതിയെ എല്ലാ പരിപാടിയും തീർത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. 2-3 മാസത്തിന് ശേഷവും പാലസ്തീൻ്റെ പ്രയാണവും തുടങ്ങി. ഞാൻ നേരെ പാലസ്തീനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഹെലികോപ്റ്ററിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ജോർഡനിലോട്ടും പോകേണ്ടതായിരുന്നു. അപ്പോൾ ജോർഡൻ രാജാവിന് മുഹമ്മദിൻ്റെ ഒരു സന്തതി ഉണ്ടായിരുന്നു. ജോർഡൻ കിങ്ങിന് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു സന്തതി ഉണ്ടായിരുന്നു. ഞാൻ ആ വഴിയാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ മാറ്റാമെന്നും പറഞ്ഞു. നിങ്ങൾ ജോർഡനിലോട്ട് വരൂ, നമുക്കിരുന്ന് സംസാരിക്കാം. നിങ്ങളുടെ നാടിൽ നിന്ന് ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് വരണ്ട, നമ്മുടെ നാട്ടിലുള്ളത് ഉപയോഗിക്കാം, മുഴുവൻ ഏർപ്പാടും എൻ്റേതായിരിക്കും എന്നും പറഞ്ഞു. ജോർഡനിലെ രാജാവ് കുറച്ച് ദിവസത്തിന് മുമ്പ് ഇസ്രയേലിലോട്ട് പോയിട്ട് വന്ന പ്രധാനമന്ത്രിക്ക്, അതുമാത്രമല്ല, ഞാൻ ജോർഡൻ രാജാവിൻ്റെ ഹെലികോപ്റ്ററിൽ പാലസ്തീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ 6 വിമാന നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ സുരക്ഷയായിട്ട് എൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പറന്നു. അതേ സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജോർഡൻ ആണെങ്കിൽ എനിക്ക് നല്ല മര്യാദ തരുന്നുണ്ട്. ഈ സ്ഥാനത്ത് ഇസ്രയേലും മര്യാദ തരുന്നു.
ഞാൻ പാലസ്തീനിലോട്ട് പോകുന്ന കാര്യം ഇസ്രയേലിനും അറിയാം. അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് മര്യാദ അവർ തന്നു. ഞാൻ എനിക്കെന്ന് പറയുന്നത് ഈ മോദിയെക്കുറിച്ചല്ല, ഈ നാടിന് വേണ്ടി. പാലസ്തീനിലോട്ട് പോകുമ്പോൾ ഇസ്രയേലിൽ എന്ത് മര്യാദ കിട്ടിയോ അത് തന്നെ എനിക്ക് കിട്ടി. അത് മാത്രമല്ല, അവിടെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ലാണ്ട് ഇതിനർത്ഥം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ജാവഹാറിൽ തുറമുഖത്തിന് വേണ്ടി ഒപ്പന്തം വിട്ടു, ഇറാന്റെ ഒപ്പം. അത് ഈ മുഴുവൻ ഏഷ്യ ഖണ്ഡത്തിനും ഒരു വലിയ മാറ്റം കൊണ്ടുവന്നേക്കും. എന്തായാലും ഇന്നലെയും നിങ്ങളത് കണ്ടിരിക്കും. അഫ്ഗാനിസ്ഥാന്റെ താലിബാനിലുള്ള നിർവാഹം ഈ തീരുമാനത്തെ നല്ല രീതിക്ക് അഭിനന്ദിച്ചിട്ടുണ്ട്. ഇറാന്റെ മേത്ത് അമേരിക്ക തടസ്സം വിധിച്ചു. ഇസ്രയേൽ, അമേരിക്ക പോലത്തെ ഇറാന്റെ നാടുകൾക്ക് വേണ്ടി യുദ്ധം സ്റ്റാർട്ടാവുന്നത് നിർത്തി തുടങ്ങി. അങ്ങനെയുള്ള ഒരു പ്രഷറായിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും അവിടത്തെ രാഷ്ട്രപതി എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ് അദ്ദേഹം അന്ന് ഇല്ലാണ്ടാവേണ്ട അവസ്ഥയായി. അദ്ദേഹം മിസ്റ്റർ റൈസി റീസെൻ്റായിട്ട് അദ്ദേഹം ജീവൻ അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫിനും നമ്മുടെ അലിഗഡ് യൂണിവേഴ്സിറ്റിക്കും ഒരു ചെറിയ ബന്ധമുണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായ ബന്ധം മാത്രമല്ല, കുടുംബങ്ങൾ വരെ ഒരുമിച്ചിരുന്ന ഒരു നല്ല ബന്ധമാണത്. ഒരു നല്ല കൂട്ടുകാരനില്ലാണ്ടായ വിഷമം എനിക്കിന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇല്ലാണ്ടാവുന്നതിന് കുറച്ച് ദിവസം മുമ്പ് സബാഹറിൻ്റെ ഒരു ബന്ധം ഞങ്ങൾ ഒപ്പന്തം വിട്ട്. അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിനെ സംബന്ധിച്ചതൊരു വലിയ തീരുമാനം തന്നെയായിരിക്കും. ഈ ലോകത്തിൽ ആരും അത് എതിർത്തിട്ടില്ല. ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു നാടിൻ്റെ അവസ്ഥ വെച്ച് നിങ്ങൾ ചിന്തിച്ചിങ്ങനെ പോകുവാണെങ്കിൽ ഈ ലോകവും അത് മനസ്സിലാക്കും. ശരി, ഞാനൊരു കാര്യം പറയണം. എൻ്റെ ഈ നാടിൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷനും മൂന്നാമത്തെ ഒരാളെ വെച്ച് ഒരിക്കലും തീരുമാനിക്കത്തില്ല. എൻ്റെ നാടിന് ഓരോ ആവശ്യങ്ങളുണ്ട്, എൻ്റെ നാടിന് ഓരോ മുൻനുറിമകളുണ്ട്. അത് കേട്ടേ ഞാൻ നടത്തുള്ളൂ ഓരോന്നും. അതുപോലെ തന്നെ ഒരു കാര്യം കൊറിയയ്ക്കും ജപ്പാനും ഇടയുണ്ട്. ഒരുപാട് രാഷ്ട്രപതികൾ കൊറിയയിൽ ചെന്നാൽ ജപ്പാനെ ചേർക്കും, ജപ്പാനിൽ ചെന്നാൽ കൊറിയയെ ചേർക്കും. ഇങ്ങനെ ഒരു ക്ലബിംഗ് ഉണ്ടാവും. അത് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കുണ്ടെന്നാണ് അവർ പറഞ്ഞേ. ഞങ്ങളെ വന്ന് തനിച്ച് കാണാൻ പാടില്ലേ? ശരി, ഞാൻ വന്നേക്കാം. ഞാൻ കൊറിയയ്ക്ക് തനിച്ച് പോയി, പക്ഷേ ജപ്പാനിലോട്ട് പോയില്ലായിരുന്നു. ജപ്പാനിലോട്ട് പോയപ്പോൾ കൊറിയയിലോട്ടും പോയില്ല. ഇതെല്ലാം നല്ല തെളിച്ചാണിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അത്ര അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ലോക നാടുകൾക്കിടയിലുള്ള ചെറിയ ചെറിയ ബന്ധങ്ങൾ അത് നല്ല രീതിക്കൊന്ന് ഞാൻ റിസർച്ച് ചെയ്ത് എന്തായാലും നോക്കും. ഞാൻ ആരെന്ത് അഡ്വൈസ് പറഞ്ഞാലും അത് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവനും ഇന്ന് ഇന്ത്യയെ എല്ലാവരും അഭിനന്ദിക്കുന്നതും. ആ ബഹുമാനത്തിനുള്ള ഒരു ഉദാഹരണവും ഞങ്ങൾ കണ്ടു. ഉക്രൈനിൽ നിന്ന് പുറപ്പെടുമ്പോൾ പാകിസ്ഥാൻ രാജ്യത്തുള്ള കുട്ടികൾ പോലും ഇന്ത്യയുടെ ഫ്ലാഗ് എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടില് എന്താ നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കണം. ഈ നാട് എടുത്ത ഓരോ തീരുമാനത്തിലും എന്തെങ്കിലും ഒന്ന് നല്ലതായിട്ട് നടന്നാൽ അത് മനസ്സിലാക്കാത്തവരെന്തെങ്കിലും ഒന്ന് അനങ്ങാണ്ടിരിക്കാമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ അവരത് അഭിനന്ദിക്കേണ്ട, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിനെതിരായിട്ട് ഒരുപാട് പത്രക്കാരെന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഉക്രൈൻ്റെ അടുത്ത് സംസാരിച്ചതാണോ എന്ന്, ശരിക്കും പുട്ടിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിച്ചോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. വേണമെങ്കിൽ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ഇതല്ലാണ്ട് ഇപ്പൊ എന്താ പറയാൻ പറ്റുന്നത്? കാരണം ഇതിനു മുൻപ് ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കാരണം രണ്ട് രാജ്യത്തെ നേതാക്കന്മാർ ഒന്നിച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് വഴി ഒരുക്കി കൊടുക്കുന്നത്. അതായത് പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇന്ത്യ ദേശീയക്കൊടിക്ക് ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് ഇവരൊരിക്കലും അത് വിശ്വസിച്ച് കാണത്തില്ലല്ലോ. ഇന്ന് എനിക്ക് ഇവിടെ വെച്ച് കിട്ടിയ നല്ലൊരു അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും, അതിനെക്കുറിച്ച് നോക്കും, ഒരുപാട് നോക്കും ഞാനത്. ഈ പ്രാവശ്യം ആദ്യമായിട്ടത് നേപ്പാളിലൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ മനസ്സിലായി. ഒരുപാട് സഹായം ചെയ്തു, അപ്പോൾ നമ്മുടെ കടമയാണ്. അതിനുശേഷം ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം എനിക്ക് ഒരുപാട് കടമകൾ ഞാൻ ചെയ്തിരുന്നതാണ്. അത് ചെയ്തല്ലേ പറ്റൂ. അതിനുശേഷം ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാം മുൻപിൽ നിന്ന് ചെയ്തു കൊടുത്തിരുന്നു. അവിടെ വെച്ച് ഞാൻ കണ്ടതാ, ഈ ലോകത്തിൽ നിന്ന് വന്നിരുന്ന 40 നാടുകളിലെ ജനങ്ങളെയും ഞങ്ങൾ സഹായിച്ച് നേപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എല്ലാവരെയും മാറ്റി നിർത്തി. അന്നായിരുന്നു എനിക്കൊരു കാര്യം പിടികിട്ടിയത്. ഇതുവരെ മനുഷ്യത്വമുള്ള സഹായമൊക്കെ എന്താന്ന് വെച്ചാൽ അത് മുകളിലുള്ള നാടുകളുടെ സഹായം അത് അവർ കരുതിക്കൊണ്ടിരുന്നു. അതെന്തുകൊണ്ട് ഇന്ത്യ ഏറ്റെടുക്കാൻ പാടില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കോവിഡിന്റെ സമയത്ത് നിങ്ങൾ കണ്ടിരിക്കും, നമ്മൾ ചൈനയിൽ നിന്നും ഒരുപാട് ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരുപാട് വിദേശങ്ങളിലുള്ള ജനങ്ങളെ നമ്മൾ കൊണ്ടുവന്നല്ലോ. യമനിൽ പ്രശ്നം വരുന്ന സമയത്ത് മറ്റുള്ള നാടുകളിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുവന്ന് അവരവരുടെ നാട്ടിലോട്ട് അയച്ചു. സൂഡാനിലും ഇതുപോലെ സംഭവിച്ചിരുന്നു.
അവിടെ കുടുങ്ങിയിരുന്ന വിദേശ ജനങ്ങളെയും നമ്മൾ രക്ഷിച്ചതാണ്. ഇന്ന് ഈ ലോകത്ത് നമ്മുടെ പേര് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, പണ്ടിതൊക്കെ മുകളിലുള്ള നാടുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഓരോന്നും. ഇന്ത്യയെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്നായിരുന്നു അവർ വിചാരിച്ചത്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവരെ കൊണ്ടേ പറ്റുള്ളൂ, ഇന്ത്യയെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നത്തെ അവസ്ഥകളെല്ലാം മാറി. ഇന്ത്യ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർ ചോദിക്കുന്നത്. എങ്ങനെയാ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്ത് കാണിച്ചേക്കാം. അതായത് ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ താങ്കൾക്കെതിരായിട്ട് വരുമെന്ന് താങ്കൾ ചിന്തിച്ചില്ലേ? അറബ് രാജ്യങ്ങൾ നമുക്കെതിരായിട്ട് നിൽക്കാൻ തുടങ്ങും, നമ്മുടെ പ്രവൃത്തികൾ ബാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? ഇത് ശരിക്കും വളരെ നല്ലൊരു ചോദ്യമാണ്. ചിലപ്പോൾ ഇതിനെൻ്റെ ഒരു ഉത്തരം കുറച്ച് നീളമുള്ളതായിരിക്കാം. അതും ഈ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ആദ്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറയാൻ ഞാൻ ഒന്ന് ശ്രമിക്കാം. നിങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഈ ചോദ്യം ചോദിച്ചു പോയില്ലേ. നമ്മുടെ നാട്ടിൽ കാശ്മീരിനെ കുറിച്ച് സംസാരിച്ചാൽ തന്നെ 70 വർഷങ്ങളായി അത് സർവ്വദേശ പ്രശ്നമായി മാറ്റിവെച്ചിരിക്കുക. ലോക നാടുകളും കാശ്മീരിന്റെ പ്രശ്നത്തിൽ എല്ലാവരും ചോദിച്ചോണ്ടിരുന്നു ഓരോന്നും തന്നെ. അടൽ ബിഹാരി കുറച്ചൊക്കെ ശ്രമിച്ച് തീവ്രവാദം കുറച്ച് സെന്ററാക്കി. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 370 പിന്നെ നീക്കിയതിന് ശേഷം ഒരുപാട് എതിർപ്പ് ഇങ്ങനെ അറിയിക്കണമെന്നുള്ളതല്ലാണ്ട് അത് മാത്രമായിരുന്നു എല്ലാവരും ആലോചിച്ചിരുന്നതും. പക്ഷെ നേരെ ഓപ്പോസിറ്റായി. ലോകത്തിലെല്ലാവരും ഇന്ത്യയെ ഈ കാര്യത്തിൽ ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. ഇന്ത്യ നല്ല രീതിക്ക് ക്ലോസ് ആവുമെന്ന് വിചാരിച്ച ശരിക്കും നാടുകൾ പോലും ഇന്ന്, ഒരുപാട് നാടുകളും ഇന്നും അനങ്ങാണ്ട് തന്നെ ഇരുന്ന്. അങ്ങനെ സംസാരിച്ചവർ പോലും ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരു വ്യവഹാരമെന്നാ പറഞ്ഞ്. ഇതിൽ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ അറബ് നാടുകളെല്ലാം അനങ്ങാണ്ടായിരുന്നു ഇരുന്നത്. ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക നാടുകളെല്ലാം മിണ്ടാണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിലുള്ള കോൺഗ്രസ് തന്നെ തിരിച്ചു തന്നെ പിന്നെ പ്രശ്നം. സത്യത്തിൽ ഇന്നുവരെ ഇതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനെന്താ അർത്ഥമെന്ന് വെച്ചാൽ അവരുടെ ഒരു ചിന്തയെ തന്നെ ശരിക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം. 370 ശേഷവും ഒരുപാട് ഇസ്ലാമിക നാടുകൾക്ക് ഞാൻ ചെന്നിരുന്നു. അവിടെയൊക്കെ എനിക്ക് ഒരുപാട് മര്യാദയും ലഭിച്ചതാണ്. എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ 370 ശേഷം നമ്മുടെ നാടിനെ ചേർന്നുള്ളൊരു 8 പേർക്ക് മരണശിക്ഷ കിട്ടിയിരുന്നു. ശരി, അത് 370 ശേഷം സംഭവിച്ചതാണ്. അവരെ നമ്മളിവിടെ ജീവനോട് വിളിച്ചോണ്ട് വന്നു. മോദി സാർ, ആ സമയത്ത് പ്രതിപക്ഷത്തുള്ളവർ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരുന്നു. ഖത്തറിൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു വ്യക്തി മരണശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുമ്പോൾ OWC സാർ പറഞ്ഞു, മോദിക്ക് ലോകത്തുള്ള എല്ലാ നേതാക്കന്മാരെ അറിയാമല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ലോകത്തിന്റെ വഴികാട്ടിയായി അദ്ദേഹം പറഞ്ഞു നടന്നു. അവസാനം എന്ത് സംഭവിച്ചു? ഖത്തർ എന്റെ 2ാമത്തെ വീടാണെന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുന്നു. ആദ്യം ഇതുവരെ അവർ മോദി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അവർ മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ ചില പബ്ലിസിറ്റി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കാരണം ചെയ്തതായിരിക്കും. കാരണം ഈ മോദിയുടെ ബ്രാൻഡ് എന്താന്ന് വെച്ചാൽ ഈ മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഈ മോദിയെ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്കൊരു ശ്രദ്ധ എന്തായാലും കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് അവസരങ്ങൾ ഇങ്ങനെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെന്ത് പറഞ്ഞാൽ എന്താ പ്രയോജനം? അതുകൊണ്ടാണ് മോദിയെ വഴക്ക് പറയുന്നത്. എല്ലാത്തിലും ഭയങ്കര ധൃതിയാണ്. അവരെപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം അനങ്ങാണ്ടിരിക്കും, എന്തെങ്കിലും ആലോചിക്കുമെന്ന് ഓർത്താൽ മതി. മിണ്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്ന്. ആ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും വർഷമായി എന്നെക്കുറിച്ച് ഒരു രഹസ്യമില്ല, എല്ലാം ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്, ഫുൾ ഓപ്പണാണ്. ആരേലും ഒന്ന് ശരിക്കും അത് ചെയ്യണ്ടേ? മീഡിയയിലെ ആളുകൾ അത് ചെയ്യുന്നില്ല. എന്നോടൊന്ന് ക്ഷമിക്കണം. ശരിക്കും ഒന്ന് റിസർച്ച് ചെയ്താൽ ഇതാണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമെന്നേ. അതായത് 5 ദിവസത്തെ മോഡി ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, 5 ദിവസത്തിന് ശേഷം ഇതാ സംഭവിച്ചത്, 7 ദിവസത്തിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. കാരണം അതിന് അവരൊട്ടും തയ്യാറായിട്ടില്ലല്ലോ. നേരത്തെയുള്ള ആ ഒരു ചിന്താഗതിയിൽ തന്നെ ഇപ്പോഴും അവര് അത് തന്നെ സ്പ്രെഡ് ചെയ്യണം. അതിനേറ്റ പോലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് തന്നെ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് അവരൊക്കെ കണക്ക് തെറ്റാവുന്നത്. ഇപ്രാവശ്യവും 400 ക്രോസ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ വിചാരിച്ചു. അവസാനം ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പൊ അവരെ തന്നെ നോക്കുവാണെങ്കിൽ 400 ക്രോസ് ചെയ്യുന്നുള്ള അവസ്ഥയ്ക്ക് വന്നു. ഓപ്പോസിറ്റ് പാർട്ടിക്കാരെന്താ പറയുന്നത്? ഞാൻ
ഏത് ഭാഗത്തൂടെയാ വിളിച്ചോണ്ട് പോകുന്നതെന്ന് പോലും അവർക്കിതുവരെ മൂന്ന് പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ആരും അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മുഴുവൻ ക്യാമ്പയിനും ചെയ്തതിന് ശേഷം മോഡി 400 ക്രോസ് ചെയ്യുവോ ഇല്ലയോ അതോ നിൽക്കുമോയെന്ന് ചോദിച്ചു. ഇപ്പൊ താങ്കൾക്കൊരു പുതിയ ഉപദേശം നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അടുത്ത് കുറച്ച് ജാഗ്രതയോടെ ഇരിക്കണമെന്ന്. അവരുടെ അടുത്ത് ന്യൂക്ലിയർ ബോംബുണ്ടെന്നാണ് പറയുന്നത്. അത് ഞാൻ ലാഹോറിലോട്ട് ചെന്ന് നേരിട്ട് കണ്ടിട്ട് തന്നെ വന്നു. ഇപ്പോൾ അതുപോലെ തന്നെ യാതൊരുവിധ ചെക്കിങ്ങും ഇല്ലാണ്ട് നേരിട്ട് പോകാൻ പറ്റും. അവിടെ ഒരു റിപ്പോർട്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഹായല്ല തോബ, ഹായല്ല തോബ, ഇദ്ദേഹം വിസ ഇല്ലാണ്ട് എങ്ങനെയാ വന്നത്? ടി വിയിൽ വലിയൊരു ചർച്ചയായിരുന്നു അത്, ഇദ്ദേഹം എങ്ങനെയാ വിസ ഇല്ലാണ്ട് വന്നതെന്ന്. സത്യം പറയണമെങ്കിൽ ഒരു കാലത്ത് അതും എൻ്റെ നാട് തന്നെയല്ലേ. മോദി സാർ, പണ്ടൊക്കെ നമ്മൾ പാകിസ്ഥാനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് ആക്രമിച്ചിട്ട് പോകും, പിന്നെ വീണ്ടും വന്ന് ആക്രമിച്ചിട്ട് പോകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോ പാകിസ്ഥാനിലുള്ളവർ വലിയൊരു ലിസ്റ്റ് തന്നെ തരികയാണ്. ആരാണെന്ന് പോലും അറിയില്ല വന്ന് ആക്രമിച്ചിട്ട് പോകുന്നുവെന്ന്. കാര്യം ഇപ്പം അതല്ല. പാകിസ്ഥാനിലുള്ളവരൊക്കെ വിഷമത്തിലുള്ള അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ വിഷമത്തിലുള്ള കാരണവും ഞാൻ തന്നെയാണെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാ, എൻ്റെ നാടിലുള്ള ഒരു നല്ല നേതാവ്, ഒരു നല്ല പാർട്ടിയിലുള്ള നേതാവ്, അത് ഒരു കസാബ്, അതായത് കസാബ് നമ്മുടെ ജനങ്ങളെ കൊന്നിട്ടില്ല, നമ്മുടെ ജനങ്ങൾ തന്നെയാ നമ്മുടെ ജനങ്ങളെ കൊന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആദരവായിട്ടും കസാബിന് ആദരവായിട്ടും എൻ്റെ നാട്ടിലുള്ള പല വർഷം പല പാർട്ടിന്ന് സംസാരം വന്നിരുന്നതായിരുന്നു. 26/11 ആക്രമണം നടന്നപ്പോഴും അവർ സംസാരിച്ചിരുന്നു. അവരുടെ അടുത്തിരുന്ന് ഇങ്ങനെ ഒരു വാക്കുമൂലം വരുമ്പോൾ അത് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളുടെ കളിയല്ല, ഇന്ത്യയിലുള്ളവരാ ചെയ്തതെന്ന് പറയുമ്പോൾ അപ്പം നാണം കെട്ട് തലകുനിയൻ്റെ ഒരു അവസ്ഥ വരുമല്ലോ. അത് കാണുമ്പോൾ ഒരു വേദനയാണ്. അതായത് നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ആൾ അവിടുന്ന് പോയി ഇവിടുന്ന് പോയി എന്നുള്ള ഒരു പ്രധാന ന്യൂസാണ് വരുന്നത്. ഇപ്പോഴും ഇതാ കേൾക്കുന്നതും. അതിനുവേണ്ടി അവർ കരയുവാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ വയ്യ. പക്ഷെ ഇവിടെയുള്ളവരെന്തുകൊണ്ടാണ് ഈ കരയുന്നതെന്ന് അറിയാത്ത? ഇവിടെയുള്ള ചിലർ ചില നാണക്കേടായ കാര്യങ്ങളും പറഞ്ഞിരുന്നു. രാമക്ഷേത്രം തുറക്കാൻ പോകുന്ന സമയത്ത് ഉത്തം താക്കറെയുടെ പാർട്ടിയിലുള്ള ഒരു പ്രമുഖൻ പറഞ്ഞത്, രാമഭക്തരെ ട്രെയിനിൽ കൂട്ടിക്കൊണ്ടു പോകും, പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടി അവരെയെല്ലാം ആക്രമിക്കുമെന്ന്, ജനങ്ങൾ മരിക്കും, അവിടെ കലാപമുണ്ടാകും, വീണ്ടും മോദി ജയിക്കുമെന്ന്. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു ട്രെയിൻ പോലും കത്തിയില്ല. ആരേലും ചെന്ന് അവരുടെ അടുത്തൊന്ന് ചോദിക്കണം, നിങ്ങൾ സമയത്തിനേറ്റ പോലെ ഭക്ഷണവും മരുന്നുമൊക്കെ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്യുന്നോ ഇല്ലയോ ഒന്നും ചോദിക്കേണ്ടി വരും. ആരേലും ചെന്ന് അവരോടും ചോദിക്ക്. അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ലേ പോലും ഒന്ന് നല്ലതാണോ ചീത്തയാണോ എന്തേലും ഒന്ന് ചോദിക്ക്. അവർക്ക് എന്താ പ്രശ്നം അതിനെക്കുറിച്ചെങ്കിലും ഒന്ന് ചോദിക്കൂ. കാരണം നല്ലൊരവസ്ഥയിലുള്ളവര് സാധാരണ രീതിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. നിങ്ങളെപ്പോലെ മീഡിയയിലുള്ളവർക്ക് എല്ലാ സ്ഥാനത്തും നല്ല നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പോയി അവരുടെ അടുത്ത് ചോദിക്കണം, അതായത് അവർക്ക് വേറെ ഒരു പ്രശ്നങ്ങളോ ഇല്ലല്ലോ എന്ന്. ആരേലും ചെന്ന് അവരുടെ അടുത്തൊന്ന് ചോദിക്കണം. ഒന്നും ആയില്ല, പക്ഷെ 400 ക്രോസ് ചെയ്യും. നമ്മൾ പാകിസ്ഥാനെക്കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ളവരുടെ ചില ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ കണ്ടു. അതായത് ചന്ദ്രയാൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ തന്നെ ചന്ദ്രനിലാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. കുഴിയുണ്ട്, കറണ്ടില്ല, വെള്ളമില്ല, ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതായത് അവർക്കവിടെ ഒരു നിലാവുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ചന്ദ്രനിലെ ഇന്ത്യ നാടിൻ്റെ കൊടി പറക്കണം, അത്രേ ഉള്ളൂ.
വീണ്ടും മതേതരത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിരുന്നു. ചന്ദ്രായൻ നിലത്തിറങ്ങിയ ആ സ്ഥലത്തിന് താങ്കൾ ശിവശക്തി എന്ന് പേര് വെച്ചു. ഈ നാടിന്റെ ഒരു ദുരദൃഷ്ടം എന്താന്ന് വെച്ചാ എല്ലാ കാര്യങ്ങളും വാക്കിന്റെ അടിസ്ഥാനത്താണ് കാണുന്നത്. ആരേലും ഒന്ന് പറയട്ടെ, ശിവശക്തി എന്ന് പേര് വെക്കുന്നതിൽ എന്താ തെറ്റുള്ള? അത് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ പേരാ. ഞാന് ചെയ്ത തെറ്റെന്താന്ന് വെച്ചാ, അതായത് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാ, ചന്ദ്രായൻ ഇറങ്ങി വന്ന ആ സ്ഥലത്തിന്റെ പേര് ഞാന് ഏതെങ്കിലും BJP നേതാക്കന്മാരുടെ പേരും വെക്കായിരുന്നല്ലോ. ആരും വേണ്ടെന്ന് പറയാൻ പോകുന്നില്ല, കാരണം അവർക്കായിരുന്നു അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ ശിവശക്തി എന്നാ വെച്ച്. ആ ഒരു കാര്യം അവരെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാല് അവരെ കൊണ്ടൊന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം ഹിന്ദുസിന്റെ അടുത്തുള്ള ആ ഒരു ശക്തിയെ ഞാൻ നശിപ്പിക്കുമെന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്നത്തെ ആക്രമണത്തിന്റെ പവർ ഇപ്പോഴും അവരുടെ മനസ്സിൽ കിടപ്പുണ്ടെന്നുള്ള കാര്യം. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ ശിവൻ ശക്തി എന്ന് രണ്ടുപേരെയും കൂടെയാ പറഞ്ഞത്. ശിവന് വിഷം അടക്കി പിടിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അവർക്കൊന്നും അറിയത്തില്ല. രാമക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം വളരെ നന്നായിട്ട് നടന്നു. ക്ഷേത്രത്തിന്റെ പണി മൊത്തം പൂർത്തിയായി. അതിലും അവർക്ക് എതിർപ്പുണ്ട്. അത് BJPയുടെ ഒരു പ്രോഗ്രാമാക്കി മാറ്റി എന്നുള്ളതാണ്. ആദ്യം എനിക്കൊരു കാര്യം തോന്നി. ഇതവരൊരു മതത്തിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാന്നുള്ള കാര്യം. ഈ കാര്യം മുന്നോട്ട് പോവാണ്ടിരിക്കാൻ 70 വർഷങ്ങളായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഈ വാക്കുകളൊക്കെ സുരക്ഷിതമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ രാമന്റെ അമ്പലം കെട്ടിത്തീർത്ത ഉടനെ വോട്ടിന്റെ ഒരു കണക്കെടുപ്പിന് ഒരു അർത്ഥമില്ലാണ്ടായിപ്പോയെന്നേ. കാരണം ആ കാര്യങ്ങളൊന്നും ഇനി പ്രയോജനമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിനുശേഷമുള്ള എതിർപ്പ് തുടർന്നപ്പോഴും 70 വർഷങ്ങളായി ചെയ്തതൊക്കെ വെറും വാക്കുകൾക്ക് മാത്രമല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അവർ സംസാരം മൂലവും എന്തുമൂലവും, അതായത് രാമനെതിരെയുള്ളവരാ. രാമനോട് അവർക്ക് എന്തോ ഒരു ആഴമായ വെറുപ്പുണ്ടെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു അർത്ഥമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഒരു ചെറിയ പയ്യൻ റോട്ടിൽ പോകുന്ന സമയത്ത് ജയ് ശ്രീരാം എന്ന് പറയുമ്പോൾ ഞാനും ജയ് ശ്രീരാം എന്ന് പറയുന്നു. ആരേലും വന്ന് എൻ്റെ അടുത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാനും നമസ്കാരം എന്നേ പറയത്തുള്ളൂ. ആരേലും ഹലോ എന്ന് പറഞ്ഞാൽ ഞാനും ഹലോ എന്നേ പറയുള്ളൂ. ആരേലും ജയ് ശ്രീരാം എന്ന് പറയുമ്പോൾ ഞാനും ജയ് ശ്രീരാം എന്നേ പറയും. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, അവരുടെ മുന്നിൽ ആരെങ്കിലും ജയ് ശ്രീരാം എന്ന് പറഞ്ഞു പോയാൽ അവരുടെ മോഹം തന്നെ വല്ലാതൊരു രീതിക്ക് മാറിയേക്കും. വാ തന്നെ തുറക്കത്തില്ല, അവരെന്തോ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയത്തൂല്ല. നിങ്ങളും ഒന്ന് ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എന്താ പറ്റാൻ പോകുന്നത്? അതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ രാമജന്മഭൂമിയുടെ നിരക്കെട്ടലുള്ള ഈ ഭൂമിയിൽ ശരിക്കും നമ്മൾ അഭിനന്ദിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം രാമന്റെ അമ്പലം കോർട്ടിൽ നിന്ന് ഓർഡർ വന്നതിന് ശേഷമാണ് കെട്ടിയേക്കുന്നത്. കോർട്ടിൽ പോലും ആരൊക്കെയാ തടസ്സം വരുത്തി വെച്ചെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. 2019 പോലും ഇപ്പൊ റിസൾട്ട് അറിയിക്കേണ്ട, അതായത് BJPക്ക് അത് ഫലമായി പോവുമെന്നാ പറഞ്ഞേ. ഇത് കോർട്ടിൽ പറയപ്പെട്ട കാര്യമാ. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാ ഇത് പറഞ്ഞത്. ശരിക്കും ശരി, ഇതൊക്കെ വിട്ടുകളാ. കോർട്ടിൽ നിന്ന് ജഡ്ജ്മെന്റ് വന്നതിന് ശേഷവും ആ ആളുകളൊക്കെ അവരുടെ വീട്ടിലോട്ട് ചെന്നു. അവിടെ ചെന്ന് മര്യാദയ്ക്ക് അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതായിരുന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി അതൊക്കെ മറന്നു വരാൻ. അവരുടെ അടുത്ത് പോയതുപോലെ തന്നെ തലമുറകളായിട്ട് തന്നെ ഇങ്ങനെ കോർട്ടിൽ കേസ് നടത്തിക്കൊണ്ടിരുന്ന അൻസാരിയുടെ കുടുംബത്തിലോട്ടും ചെന്നു. അവരുടെ മകൻ ഇക്ബാൽ അൻസാരി രാമജന്മ ഭൂമിയുടെ കേസിലെ എതിർപക്ഷത്തും ബാബർ മസൂദിക്ക് വേണ്ടി അവിടെ പോരാടിയതാ. അദ്ദേഹത്തെ റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ച് ഇപ്പോ നീതിപീഠത്തിൽ ഉത്തരവ് അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം, തീരുമാനങ്ങൾ ജനങ്ങൾ എടുക്കട്ടെ. ഇക്ബാൽ അൻസാരിയുടെ കുടുംബം ജീവിതം മുഴുവൻ ബാബർ മസൂദിക്ക് വേണ്ടി നീതിപീഠത്തിൽ പോരാടിയതായിരുന്നു. രാമജന്മഭൂമിക്ക് എതിരെ പോരാടിയതായിരുന്നു അവർ. പക്ഷേ സുപ്രീം കോർട്ടിൽ തീർപ്പ് അറിയിച്ചതിന് ശേഷം
അവര് തന്നെ വന്ന് പ്രാണപ്രതിജ്ഞയുള്ള പ്രോഗ്രാമിൽ അവരവിടെ വന്നു. പക്ഷെ ഇവരത് വേണ്ടെന്നും പറഞ്ഞതായിരുന്നു. ഇതുകൊണ്ടാ ഇവരുടെയൊക്കെ ചിന്താഗതി ഇങ്ങനെയാ ഇരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ട അവസ്ഥയിലുള്ള. അത് മാത്രമല്ല, അതിനുശേഷം എനിക്ക് അറിഞ്ഞത് ഇക്ബാൽ അൻസാരി അതായത് ഒരു പണക്കാരനല്ല, ഒരു സാധാരണ കുടുംബത്തിലുള്ള ആളാണ്. അദ്ദേഹം രാമന്റെ അമ്പലത്തിന്റെ അടുത്ത് ഒരു മോഡ്യൂൾ ഉണ്ടായിരുന്നു, അതൊരു പലകയില്. അദ്ദേഹം അത് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഓഫീസർ ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തിന് ആ മോഡ്യൂൾ സമ്മാനമായിട്ട് കൊടുത്തു. ഇക്ബാൽ അൻസാരി അദ്ദേഹത്തിന് സമ്മാനം നൽകിയതായിരുന്നു. അത് അദ്ദേഹത്തിന് പ്രധാനമായി തോന്നിയത് കൊണ്ട് അദ്ദേഹം ഒരു പോരാട്ടം നടത്തി. പക്ഷെ നീതിപീഠത്തിൽ തീർപ്പ് വന്നതിന് ശേഷം അത് മുഴുവൻ മനസ്സോടെ സമ്മതിച്ചു. എന്ന് വെച്ചാൽ ഇക്ബാൽ അൻസാരിയുടെ ഈ മതം വെച്ചുള്ള നോട്ടത്തിൽ അതാണോ ശരി, അതോ ഇവർ നോക്കുന്നതാണോ ശരി? ഇതാണ് നാടിന് വിഷമം കൂട്ടുന്ന ഒരു കാര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് താങ്കളെ ഇപ്പോൾ വർഗീയവാദി, കമ്മ്യൂണൽ, ജനങ്ങളെ ഹിന്ദു മുസ്ലിം എന്ന് പിരിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അതായത് നോക്കുകയാണെങ്കിൽ ഒന്നാരെങ്കിലും പുതിയതായിട്ട് ഡിക്ഷണറി എഴുതണം. കാരണം എല്ലാ ഡിക്ഷണറിയും കാലിയായിപ്പോയില്ലേ. കാരണം ഈ വഴക്കൊക്കെ കൂടിക്കൂടി ഡിക്ഷണറിയിലുണ്ടായിരുന്ന എല്ലാ വാക്കുകളും തീർന്നു പോയെന്നേ. ഇനി പുതിയതായിട്ട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയും പിന്നെയും ഈ ഹിന്ദു മുസ്ലിം എന്ന് മാത്രം പറയാണ്ട് അവരുടെ വാക്ക് അവസാനിക്കത്തുമില്ല. കാരണം ഒരു പണി അവർ ചെയ്തിട്ടില്ല. 60 വർഷങ്ങളായിട്ട് മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് നല്ല പഠിത്തം കൊടുത്തിരുന്നാൽ, അവർക്ക് ജീവിക്കാൻ നല്ല വീട് കെട്ടിക്കൊടുത്തിരുന്നാലോ, ബേസിക് ആയിട്ട് അവരുടെ വീട്ടിലോട്ട് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തിരുന്നാൽ, അതായത് കറണ്ട് പോലും, അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. അവരെന്നും ചെയ്തില്ല. അവരെ ഇട്ട് പേടിപ്പിക്കണം. അതായത് അവർ വന്നാൽ കൊന്നുകളയും. ഇങ്ങനെയാ. അദ്ദേഹമാണ് മോഡി. ഇപ്പൊ അതിൽ യോഗിനെ കൂടെ ചേർത്തിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ. നിങ്ങളെപ്പോൾ നോക്കുവാണെങ്കിലും അതും ഇതും പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അതായത് മുസ്ലിം സമൂഹത്തിലും ഇപ്പോ കാര്യങ്ങളുടെ നോട്ടവും ചിന്താഗതിയും എല്ലാം സത്യത്തിൽ മാറുകയാണ്. ഞാൻ ഈ മതം കൊണ്ടു നടക്കുന്ന നേതാക്കളെക്കുറിച്ചല്ല പറഞ്ഞത്. അവരുടെ സ്വയം ലാഭത്തിന് വേണ്ടി സംസാരിക്കുന്നവരെല്ലാ സമൂഹത്തും ഉണ്ട്. ഞാൻ അവരെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ എനിക്ക് പൊതുജനങ്ങളോട് സത്യത്തിൽ ഒരുപാട് ബന്ധമുണ്ട്. എന്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞു കൊടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ ഒന്നിലും ബാധകപ്പെടുത്തൊന്നുമില്ല. അതായത് തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടി. മോദി സാർ ഇത്രയും കാലം ഭരിച്ച ഒരു നേതാക്കന്മാരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് റിസർവേഷൻ നൽകണമെന്ന് ധൈര്യമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ താങ്കൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുക. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ്. എഴുതിത്തരണം, ഞാൻ നാടിനെ തന്നെ ഉത്തരവാദിത്വം എടുക്കുമെന്ന്. ആദ്യം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ റൂൾസ് മാറ്റി എഴുതില്ല എന്നും പറഞ്ഞ്. രണ്ടാമത്തേത് രാഷ്ട്രീയ കാര്യങ്ങൾ മാറ്റി മതം വെച്ച് ഒരു നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല എന്നും പറയണം. മൂന്നാമത്തെ SC, ST, OBC ജനങ്ങളുടെ ഈ സ്ഥാനമൊക്കെ മാറ്റി മതങ്ങളൊക്കെ വെച്ച്, അതായത് മറ്റൊരാൾക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യണം. എഴുതി തരണം. അത് കൊടുക്കത്തില്ലല്ലോ. ഈ നാടിന് വേണ്ടി എഴുതി തരണം. ഒന്ന് പറയാൻ പോലും ധൈര്യമില്ലല്ലോ. അല്ല, അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? ഞങ്ങളുടെ മാനിഫെസ്റ്റോ കണ്ടു നോക്കെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരെങ്കിലും പറഞ്ഞത് ഞങ്ങൾ കറപ്ഷൻ നടത്തുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നോ? കറപ്ഷൻ ഉണ്ടാവുന്നുള്ള വാക്ക് അവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ 50-60 വർഷത്തെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ നിങ്ങൾ എടുത്തു നോക്കണം. ഒരു മാനിഫെസ്റ്റോയിലെങ്കിലും നിങ്ങൾ അവരുടെ ഈ കറപ്ഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് പറയണം. കറപ്ഷൻ നടക്കുന്നില്ലേ അവരുടെ ഭാഗത്തുനിന്ന്? നിങ്ങൾ എന്തുകൊണ്ടാണ് കറപ്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ആ മാനിഫെസ്റ്റോയിലുണ്ട് ഞങ്ങൾ ഈ കറപ്ഷൻ നടത്തിയെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? അതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തന്നെ ഇതൊന്ന് നോക്കണം. അതുപോലെ ഈ രാജാവ് പറയുന്ന ഒന്ന് കേൾക്കണം. അവരുടെ മാനിഫെസ്റ്റോയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒപ്പന്തം വയ്ക്കുന്നത് പോലും മതം വെച്ചാൽ നൽകുന്ന അത്ര. ഉദാഹരണത്തിന് ഒരു പാലം പണിയണമെങ്കിൽ ഇപ്പം ഈ ഒപ്പന്തമൊക്കെ എങ്ങനെയാണ് നൽകുന്നത്? അവരുടെ അടുത്ത് ഇത്രയും വളങ്ങളുണ്ട്, അവർക്കതിനുള്ള കഴിവുണ്ടോ, എന്താ അനുഭവം ഉള്ളത്, ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാ ഉള്ളത്, നിധി വലിമ എത്രത്തോളം ഉണ്ട്, ടെക്നോളജി അവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒപ്പന്തം നൽകേണ്ടത്. പക്ഷെ ഇവരെന്താ പറയുന്നേ? ഇതിലും സ്ഥാനം ഒതുക്കിയെന്നാ പറഞ്ഞു വരുന്നേ. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് പാലം പണിയണോ, അതോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണോ, അതോ വേറെന്തെങ്കിലും ചിന്തകളുണ്ടോ? അത് മാത്രമല്ല, അവരുടെ മാനിഫെസ്റ്റോയിൽ ഇനിയും എന്താ ഉള്ളത്? സ്പോർട്സ് കളികളിൽ പോലും
മതങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയാണ് സ്ഥാനം കൊടുക്കുന്നത്രേ. ഒരു മനുഷ്യൻ രാവിലെ 4 മണിക്ക് എണീറ്റ് വിയർത്തൊലിച്ച് ശ്രമിച്ചതിന് ശേഷമാണ് ഒരു വീരനാകുന്നത് തന്നെ. ജീവിതത്തിലെ 15-20 വർഷത്തോളം അതിനുവേണ്ടി തന്നെ കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും എന്താ പറയുന്നത്? നീ ഈ കുടുംബത്തിലാ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് ഈ ചാൻസ് കിട്ടത്തില്ല. ആ കുടുംബത്തിലാ നീ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് ആ ചാൻസ് കിട്ടുമെന്നു. ഇതൊക്കെ എന്താ ന്യായം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് മാനിഫെസ്റ്റോയിൽ എഴുതുന്നത് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ഒരു നാടിന് നടത്താൻ പറ്റുമോ? ഞങ്ങളുടെ മാനിഫെസ്റ്റോ എല്ലാവരും ഒരുമിച്ചിരിക്കുക, കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുക. പക്ഷേ മോദി സാർ ഇതുവരെ ഖാൻ മാർക്കറ്റ് കൂട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം വ്യക്തമായിട്ട് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അതായത് എന്നെക്കുറിച്ച് ആലോചിച്ച് കരയാൻ അങ്ങനെ ആരും തന്നെ ഇല്ല. ഞാൻ ഈ നാടിന് വേണ്ടിയാ ജീവിക്കുന്നേ, ഈ നാടിന് വേണ്ടിയാ പോരാടുന്നേ. എന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഈ നാടിന് വേണ്ടി മാത്രമാണ്. അത് വേസ്റ്റാക്കാൻ ഞാൻ വിടത്തില്ല. എന്റെ ഓരോ സെക്കൻഡ് ഈ നാടിന് വേണ്ടിയാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കാൻ ഞാൻ വിടത്തില്ല ഇതിന്ന്. അതുകൊണ്ട് ഒരുപക്ഷെ തെറ്റെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയണം. ഇന്നലെ എനിക്കൊരു ന്യൂസ് കിട്ടിയിരുന്നു. അതായത് 9,000-നും മേലെയുള്ള സ്ഥാപനങ്ങളിൽ, അല്ല നിങ്ങൾ നോക്കുവാണെങ്കിൽ SC, ST, OBC സ്ഥാനങ്ങളൊക്കെ മാറ്റിവെച്ചു അവര്. മൈനോറിറ്റിയുടെ പേരും പറഞ്ഞ് അതൊക്കെ അങ്ങോട്ട് മാറ്റി. ഒരു പബ്ലിക് സെക്ടറിലുള്ളത് പ്രൈവറ്റ് ആക്കി മാറ്റിയാൽ കോൺഗ്രസിലെ നേതാക്കന്മാരാണ് ഒച്ച എടുത്തോണ്ട് വരുന്നത്. നിങ്ങൾ പ്രൈവറ്റൈസേഷൻ ചെയ്യാനുള്ള കാരണം SC, STക്കുള്ള കാരണങ്ങളൊക്കെ മാറുമെന്നാ പറഞ്ഞത്. ദളിതരായ ജനങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷെ നിങ്ങൾ 9,000-നും മേലെയുള്ള സ്ഥാപനങ്ങളിൽ SC, ST, OBC കോട്ട തന്നെ തീർത്തു കളഞ്ഞു. ഈ ചോദ്യം തന്നെ ഞാൻ ചോദിച്ചാൽ അത് മറ്റേ കോൺ മാർക്കറ്റ് ആളുകൾ എന്ത് പറയുമെന്നറിയോ? മോഡി ഇടതുകാലം എന്തിനാ എടുത്ത് ആദ്യം വെച്ചത്, വലതുകാലം ആദ്യം എടുത്ത് വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവരവിടെ ചെന്നിരുന്ന്. ഒരാഴ്ചത്തോളം കളയുന്നത് ഇതിന്. പക്ഷെ അവർക്ക് ഈ SC, ST, OBC ഇത് രക്ഷിക്കാനായിട്ട് അവർക്ക് സമയവും സ്ഥാനവും ഇല്ല. എന്തുകൊണ്ടാ അവരിങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാനീ പറയുന്നേ, ഒരു ഈക്കോസിസ്റ്റം അവരുടെ തെറ്റുകളൊക്കെ മറച്ചു വെച്ച് നല്ലത് മാത്രം കാണിക്കുന്നു. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ പോലും ചീത്തയായി മാറ്റി കാണിക്കുന്ന മുഴുവൻ ബലവും പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നാടൊന്ന് എച്ചരിക്കണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ എല്ലാ സ്ഥാനത്തും തോറ്റതിന് ശേഷവും നീതിപീഠത്തെ കുറ്റം പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു വന്നോണ്ടിരിക്കും. നീതിപീഠത്ത് ചെന്നിരുന്ന് അവിടെ ഉള്ളവരൊക്കെ പ്രഷറാക്കി അയച്ചേക്കണം, അവസ്ഥയൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കാൻ. ഇത് നാടിന് തന്നെ വിഷമമുള്ള ഒരു കാര്യമല്ലേ? നിങ്ങൾക്ക് കഴിവുണ്ടാവാം, യോഗ്യത ഉണ്ടാവാം, അതൊന്നും ഒരു കാര്യമേ അല്ല. ഇത് ജനകീയതയുള്ള നാട്. അവിടെ ചെന്ന് വോട്ട് മേടിക്കാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കണം. പാർലമെന്റ് വരെ തോന്നുന്നത് അവിടെ ചെന്ന് പറയും. ഗവൺമെന്റ് തെറ്റുണ്ടെങ്കിൽ അവിടെ ചെന്ന് എതിർക്കണം. അതിനായിട്ടുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്യത്തില്ലല്ലോ. വെറുതെ എല്ലാവരും കൺഫ്യൂസ് ആക്കും. ഇപ്പോ മമതാ ബാനർജി റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അവര് വന്നിട്ട് മോദി രാഷ്ട്രീയം തന്നെ മാറ്റിക്കളയുന്നാ പറയുന്നത്. പക്ഷേ ഇന്ദിര അവര് ഹൈക്കോർട്ടിലെ തീർപ്പ് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് എമർജൻസി ആയിട്ട് കൊണ്ടുവന്നതാ. ഇവരെല്ലാരും അതേ കൂട്ടത്തിലുള്ളവർ തന്നെയാ. അവർക്കൊക്കെ ജനകീയത്തിൽ വിശ്വാസമില്ല. അവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്, ജനകീയം എന്ന് പറയുന്നത് ഇത്രത്തോളം ഉള്ളൊരു കാര്യത്തിൽ അധികാരമെടുക്കാനുള്ള ഒരു വെറും ടൂള് മാത്രമാ. അവർക്ക് ജനകീയത്തിലൊരു കാര്യം, അതായത് വോട്ടിടുന്നവരുടെ മേത്തും പിന്നെ രാഷ്ട്രീയത്തിലും പിന്നെ നാടിലുള്ള നിയമങ്ങളിലും ഒരു മര്യാദ ഇല്ല. അതുകൊണ്ട് തന്നെയാ. കാരണം ഞാൻ കുടുംബരാഷ്ട്രീയം നിർത്തിയല്ലേ സംസാരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ സംസാരിക്കുന്നത് ഞാൻ? കാരണം ജനകീയത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസം കുറയാൻ തുടങ്ങിയാൽ അതിനുശേഷം കുടുംബങ്ങളെ വിശ്വസിച്ച് രാഷ്ട്രീയം നടത്തേണ്ട അവസ്ഥയാവും. ആ കൂട്ടത്തിലുള്ള പലരും ഒരു സ്ഥാനത്ത് ചെന്ന് ഇനി തൊട്ട് എന്റെ മകനെ ഞാൻ ഇവിടെ ഒപ്പടയ്ക്കുവാന്ന് പറയുന്നു. ഇതെങ്ങനത്തെ ഒരു ജനകീയമാണെന്ന് പറയണം. ഇതെങ്ങനത്തെ ജനകീയമാണ്? ആരാ വിജയിക്കേണ്ടതെന്ന് ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. അച്ഛന്റെ നിയോജക മണ്ഡലമാണെന്നാണ് പറയുന്നത്. ചോദ്യം അത് തന്നെയാ. അവർ ആൽബമാണ് കാണിച്ചു കൊടുക്കുന്നത്. അമ്മൂമ്മമാരുടെ കാലത്തോട്ടുള്ളതാണ്.